ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് കണ്ടിരിക്കുകയാണ് ഗൈസ്. അത്രയും ക്രൗഡിൻ്റെ കൂടെ മോഹൻലാലും മമ്മൂട്ടിയിലൊക്കെ പടം കാണുമ്പോൾ ആ ഒരു ഓളി ബഹളവും തിക്കും തിരക്കൊക്കെ ആയിട്ട് ആ ഒരു ക്രൗഡ് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പടം. ഒരു ജാപ്പനീസാണ് ഞാൻ കണ്ടത്. അത് ജാപ്പനീസായിട്ട് തന്നെ കാണാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഹൗസ്ഫുള്ളായിരുന്നു പടം. സൂപ്പർ. ഓരോ എൻട്രിക്കും ആൾക്കാർ ചോദ്യ വിസിലടി കൈയടി വലിയ വലിയ ആൾക്കാർ. ഞാൻ ഈ അടുത്ത് കൂലി കണ്ടപ്പോൾ പോലും ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ പടത്തിൽ ഞാൻ കണ്ടു ഒരുപാട് പേര് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. സൂപ്പർ. അതിൻ്റെ പടം അടിപൊളിയാണ്. കറക്റ്റ് മാങ്ക എങ്ങനെയാണോ കറക്റ്റ് മാങ്ക പോലെ തന്നെ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് എന്ന് പറഞ്ഞാൽ മാങ്ക സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊറ്റ സീരീസ് ആണ്. അത് ഫുള്ള് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൗണ്ട് ഡൗൺ ആണ്. അതിന് മുമ്പ് ഈ സാധനം എങ്ങനെ വരുന്നത്? പക്ഷെ ഇത് 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ പാർട്ടായിട്ട് വരുന്നത്. പക്ഷേ ഇത് 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട് 2027 ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. സൂപ്പറായിരുന്നു ഗൈസ്. വെരി എക്സൈറ്റഡ് ആയി പോയി. എനിക്ക് ഐമാക്സിൽ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. ഐമാക്സ് എല്ലായിടത്തും ഫുള്ളാണ്. പിന്നെ എറണാകുളത്ത് ഐമാക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഡേക്കാലത്തെ വില. നമുക്ക് കോയമ്പത്തൂർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറവാണ്. പക്ഷേ 18-ാം തീയതി 19-ാം തീയതി വരെ അവിടെ ടിക്കറ്റ് ഇല്ല. ഹൗസ് ഫുള്ളാണ് അവിടെ. 18-ാം തീയതി 19-ാം തീയതി ഒക്കെ വരെ. എല്ലാവരും കാണിക്കുമ്പോഴും അതിൻ്റെതായ കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. നമ്മൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ രജനികാന്തിൻ്റെ അങ്ങനത്തെ വലിയ വലിയ നടന്മാരുടെ ഇൻട്രോയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഓളിക്കിട്ട് വിസിലടിച്ച ആ സീനായിരുന്നു തിയേറ്ററിൽ. അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഒരു ജാപ്പനീസ് ആനിമേ സീരീസിന് ഇത്രയും ഒരു ഹൈപ്പ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് വേറെ ലെവലിലേക്ക് പോയി. ഒരു ആനിമേ കൾച്ചർ തന്നെ കേരളത്തിൽ വന്നതായിട്ട് എനിക്ക് തോന്നി പടം കണ്ടപ്പോൾ. പിന്നെ ചിലർക്ക് വളരെ ചുരുക്കം പേർക്കും ഈ ഇതിനെക്കുറിച്ച് ഈ മാങ്ക സീരീസിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് ലാഗായിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ എന്ന് പറയുന്ന വില്ലൻ, അതായത് നിങ്ങൾ മുഗൻ ട്രെയിനാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനോട് ഭയങ്കര വെറുപ്പായിരിക്കും ഗൈസ്. ഭയങ്കര വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ രൻഗോക്കു ക്യോജിരോ എന്ന് പറഞ്ഞ ഒരു ഡാവുണ്ട്. ആ ഡാവിനെ കൊല്ലണത് ആകാശ എന്ന് പറഞ്ഞ ഡാവാണ്. ആകാശയുടെ ഒരു ബാക്ക് സ്റ്റോറിയാണ് അതിൽ കാണിക്കുന്നത്. ബാക്ക് സ്റ്റോറി അത് ഞാൻ മാങ്ക വായിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഭയങ്കര സാഡ് ബാക്ക് സ്റ്റോറി ആയിരുന്നു ഡാവിൻ്റെ. അത് കാണിക്കാൻ അതിങ്ങനെ ഇച്ചിരി സ്ലോ ആയിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാവും. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാതും ഭയങ്കര ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഈ ആകാശര ബാക്ക് സ്റ്റോറി കാണിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സൂപ്പർ അടിപൊളി കിട്ട് സാധനമായിരുന്നു ഫസ്റ്റ് ഹാഫ്. പിന്നെ എന്തൊക്കെയാ ആരിനൊക്കെ കുറേ പേരെന്നെ കാണിക്കുന്നു. അവരൊന്നും നോക്കി എന്തൊരു പറയാം, ആരിനൊന്നും പറയില്ല. ഓരോരുത്തർക്കും ഓരോത്. സെനിറ്റ്സുവിൻ്റെ 7th ഫോം തണ്ടർ ബ്രീതിങ് ഫോം കാണാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാനത് മാങ്ക വായിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് ഇത് തിയേറ്ററിൽ കാണുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ പടം ഞാൻ ഇത്രയധികം ആൾക്കാർ വരുന്നു വിചാരിച്ചില്ല. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിട്ടൊരു അച്ചാച്ചനും അമ്മാമ്മയും വരെ ഈ പടം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു എനിക്ക് അതായിട്ട് കണക്ട് ചെയ്ത്. വേറെ നമ്മുടെ ചെറുപ്പൊക്കെ കുറേ പേര് നമ്മളിങ്ങനെ കളിയൊക്കെ കാർട്ടൂൺ കാണുന്ന പിള്ളേർ തേങ്ങ മാങ്ങ എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ഒന്നല്ല ഗൈസ്. ഒരുപാട് കാര്യം കാണുന്നുണ്ട്. നല്ല പ്രായമുള്ളവരും ചെറിയ പിള്ളേരും എല്ലാവരും കാണുന്ന ഒരു ഇതാണ് ആനിമേ സീരീസ് എന്ന് പറഞ്ഞാൽ. അതിന് കാർട്ടൂണായിട്ട് ആരും കമ്പയർ ചെയ്യരുത് ഗൈസ്. അതാണ് എനിക്ക് പറയാനുള്ള. പടം കിടിലൻ പടം. ഇതിനെക്കുറിച്ച് അറിയാത്തവർ വെറുതെ പോയിരുന്ന് കണ്ടിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ക വായിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഫുള്ള് ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പർ മാങ്കയാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി ഞാൻ. കിടിലൻ പടം. ഐ ലൈക്ക് ദാറ്റ് മൂവി. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ തോമിയൊക്കെ ഗിയോനെയൊക്കെ കാണിക്കുന്നിടത്ത് ആൾക്കാരൊക്കെ ഇത് മോഹൻലാലൊക്കെ മറ്റേ മീശ പിരിച്ച് വരുന്ന സീനിൽ കയ്യടിച്ച് ആ സാധനമായിരുന്നു. എല്ലാവരും രണ്ടറിയുന്നു. നമ്മുടെ സെനിറ്റ്സു ഇങ്ങനെ വരുന്നൊരു സീനുണ്ട്. അതിനും ഇതുപോലെ തന്നെ ആയിരുന്നു.
ക്യോജിറോയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ റോക്ക് ഹാഷിറ, അവിടെ അവനൊക്കെ എല്ലാവർക്കും തന്നെയായിരുന്നു. വാട്ടർ ഹാഷിറ, വിൻഡ് ഹാഷിറ, ലവ് ഹാഷിറ, സർപ്പൻ്റ് ഹാഷിറ, ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ്. എല്ലാവരും പൊള്ളിയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. വേറെ ലെവലായിരുന്നു കഴിച്ചു. രോമൊക്കെ കയറ്റുന്നു. എനിക്കൊക്കെ കരച്ച് പടത്തിൻ്റെ സാധനം കണ്ടിട്ട് എനിക്ക് കരച്ചിലൊക്കെ വന്നു തുടങ്ങി. നമുക്ക് കരച്ചിലല്ല, ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ കണ്ണീനൊക്കെ ഇങ്ങനെ തൊട്ടപ്പുറത്താ ഞാൻ ഒറ്റയ്ക്ക് പോയത്. എനിക്ക് അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാർ കണ്ണീര് വെള്ളം വരുന്നുണ്ട്. സീനായിരുന്നു കൈസ്. വേറെ ലെവലിലേക്ക് പോയി. പൊളി കൈസ്, പൊളി പടം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അടിപൊളിയാണ്. ഐമാക്സിൽ കാണാൻ പറ്റുന്ന ചൈലിൽ കാണുക. നമ്മുടെ എറണാകുളത്ത് പോകേണ്ട, എറണാകുളത്ത് റേറ്റ് കൂടുതലാണ്. കോയമ്പത്തൂര് 450 രൂപയുള്ള ടിക്കറ്റിന് നിങ്ങൾക്ക് അവിടെ പോയി കാണാം. അതായിരിക്കും നിങ്ങൾക്കിത്. എനിക്ക് തൃശ്ശൂരുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോയമ്പത്തൂരിൽ പോകുമായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ തൃശ്ശൂർക്ക് നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ വെച്ചാലും കോയമ്പത്തൂർക്ക് പോകാൻ വെച്ചാൽ ഏകദേശം സെയിം ദൂരെ വരണുള്ളൂ. എറണാകുളത്തുള്ളവർക്ക് അവിടെ കാണാൻ കാശ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നോർമൽ തിയേറ്ററിൽ കാണാം, എവിടെ വേണമെങ്കിൽ കാണാം. പക്ഷേ നോർമൽ തിയേറ്ററിലാകുമ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ കറുത്തൊരു പാട് പോലെ വരും, ചെറിയൊരു കട്ടായിട്ട്. ഐമാക്സിലാകുമ്പോൾ ഫുള്ളായിട്ട് നമുക്കിരുന്ന് കാണാം. അപ്പം അങ്ങനെയാണ്. അതാണ് ഗൈസ് എൻ്റെ അഭിപ്രായം. കിട്ടില്ല പടം, കിട്ടില്ല. അടിപൊളി ഗൈസ്.